ഗുഡ് മോർണിംഗ്. പുതിയൊരു സൺഡേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും ഏട്ടനും കൂടി രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചായ കുടിച്ചു. അപ്പോൾ ഉടനെ തന്നെ കുക്കറിൽ തലേന്ന് കുതിർത്ത് വെച്ച കടലയെടുത്ത് ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകൊക്കെ ഇട്ട് എടുത്ത് സ്റ്റവിൽ വയ്ക്കുമ്പോഴേക്കും ഞങ്ങൾ ചായ കുടിച്ചുമ്പോഴേക്കും കടലക്കറി അങ്ങ് ഓക്കെ ആവുമല്ലോ. അത് വിചാരിച്ച് അതൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ചു. അങ്ങനെ രാവിലത്തെ ഫുഡ് അപ്പവും കടലക്കറിയും അതങ്ങനെ റെഡിയായി. അപ്പുദേവൻ കഴിക്കുന്നതാണിത്, ഈ അപ്പവും കടലക്കറിയും. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഒരു സൺഡേ ആണല്ലോ, എന്തെങ്കിലും ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വാർഡ്രോബിൻ്റെ അവസ്ഥ നോക്കും. ഈ വാർഡ്രോബിനെ നമുക്ക് ഇന്ന് റെഡിയാക്കണം, കുട്ടപ്പനാക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇതിലുള്ള ഡ്രസ്സുകളെല്ലാം കട്ടിലിലേക്ക് ചുരിഞ്ഞിട്ടിട്ട് ഞാനും ഈ ചെക്കനും കൂടി അതങ്ങ് മടക്കാനിരുന്നു. ഇയാളുടെ കൂടെ എന്തെങ്കിലും ചെയ്യാനിരുന്നാലുള്ള അവസ്ഥ എത്രത്തോളം ഫിനിഷിങ് ആകുമെന്ന് എനിക്കറിയില്ല. കാരണം ഇയാളൊന്നിനും സമ്മതിക്കാറില്ല. അങ്ങനത്തെ ഒരാളാണ് ഇയാൾ. നല്ല കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കൂടെ ഞാനിരുന്ന് എനിക്ക് പറ്റാവുന്ന അത്രയും തുണികളൊക്കെ മടക്കി അങ്ങനെ ഷെൽഫിലേക്ക് ഓരോ ഡ്രസ്സുകളും മടക്കുന്നതിനനുസരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ കട്ടിലേ വെക്കുമ്പോഴേക്കും താഴത്തു നിന്ന് ഒരൊറ്റ വലയിലൂടെ തീർന്നില്ലേ കച്ചവടം. പിന്നെ ഞാൻ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. എനിക്ക് ഇരട്ടിപ്പണിയാണ്. കുട്ടിക്കും എനിക്കും ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാ ഡ്രസ്സുകളും മടക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ഷെൽഫിലേക്ക് കയറ്റി വെക്കും. ഒന്നും വിട്ട് നിൽക്കില്ല. അങ്ങനെ ഇപ്പോൾ കാണിച്ച മന്ത്രശക്തിയില്ലേ, അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലേ. കാരണം പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കാമായിരുന്നു. അങ്ങനെ എൻ്റെയും കുഞ്ഞിൻ്റെയും ദേവൻ്റെയും എല്ലാ ഡ്രസ്സുകളും വെക്കുന്ന ഷെൽഫാണ് ഇത്. പിന്നെ ഇവിടെ ഒരു ബാസ്ക്കറ്റിൽ വെച്ചിരിക്കുന്നത് അവൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളും ടർക്കി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. അതൊക്കെ ഒരു നൊസ്റ്റുമാണ്. ദേവൻ്റെ കൊട്ടയാണത്. ഇതുവരെ അത് കളഞ്ഞിട്ടില്ല. അത് സൂക്ഷിച്ചു വെക്കുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം മടക്കി സെറ്റാക്കിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു കുക്കറിൻ്റെ ബോക്സില്ലേ, അത് ചുമ്മാ ഞാൻ വെച്ചതാണ്. എനിക്ക് ഓർഗനൈസർ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ആ ഒരു കുക്കറിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ മറ്റേ പെട്ടെന്ന് അലമ്പായി പോകുന്ന ആ ഷോളില്ലേ, അതിൻ്റെ കളക്ഷൻസാണ്. അതെനിക്ക് ഒരുപാടുണ്ട്. പഴയ ഒരുപാട് ഷോളുകളുണ്ട്. ഞാനൊന്നും കളഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതത്ര നല്ല ശീലമല്ലെന്നറിയാം, പക്ഷേ അതെനിക്ക് കളയാൻ തോന്നുന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ വാർഡ്രോബിൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഫൈനൽ ലുക്കൊക്കെ കഴിഞ്ഞ് അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഉച്ചക്കത്തെ പരിപാടി നോക്കാം. ഉച്ചയ്ക്ക് ചോറിന് റെഡിയായി. അത് കൂട്ടത്തിൽ രാവിലെ ഫുഡ് കഴിച്ചതിൻ്റെ ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ട്. ആ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകുന്നതാണ്. 2x മോഡിലിട്ടിട്ടാണ് ഇതിന് ഇത്രയും സ്പീഡ്. ഈ സ്പീഡ് നമുക്ക് ജോലി ചെയ്യാനുള്ള കഴിവ് കിട്ടിയിരുന്നെങ്കിൽ എത്ര ഉപകാരമായിരുന്നേനെ അല്ലേ. രാവിലെയും രാത്രിയൊക്കെ ഒരുപാട് പണികൾ ചെയ്യാമായിരുന്നു. ഒത്തിരി ജോലികൾ നീറ്റാക്കി വെക്കാമായിരുന്നു. പക്ഷേ ഈ കഴിവൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. എന്ത് ചെയ്യാൻ, ഉള്ള സ്പീഡ് കൊണ്ട് തന്നെ ചെയ്യാനേ ഇപ്പോൾ നിർവാഹമുള്ളൂ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകി വെക്കുന്നു. ഈ കഴുകി വെക്കുന്നത് ഈ ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ മുകളിലാണ് വെക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല. ഈ താഴെ കഴുകി വെക്കുന്ന പാത്രങ്ങളൊക്കെ എത്രത്തോളം അവിടെ തന്നെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾമോസ്റ്റ് പാത്രങ്ങളൊക്കെ കഴുകി എന്നിട്ട് ഞാൻ കട്ട്ലറിയിലേക്ക് പാത്രങ്ങളൊക്കെ അടുക്കി അടുക്കി വെക്കുന്നതാണ്. ഈ വെക്കുന്നത് വെറുതെയാണ്. കാരണം 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ പാത്രത്തിൻ്റെ അവസ്ഥ എവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോന് കളിപ്പാട്ടത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ ഓരോരോ പാത്രങ്ങളാണെന്ന് തോന്നുന്നു. കാരണം ആ പാത്രങ്ങളൊക്കെ ഇട്ട് താഴ്ത്തിരിക്കുന്നത് കണ്ടോ, എന്താ ഭംഗി. അവൻ പുട്ട് പുഴുങ്ങാനിരിക്കുകയെന്ന് തോന്നുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ ഇട്ട് അയാളിരിക്കുന്നു. ഇനി ഞാൻ വീണ്ടും ഈ പാത്രങ്ങളൊക്കെ ഒന്നേന്ന് തുടങ്ങി ക്ലീൻ ചെയ്ത് മുകളിൽ കുത്തിക്കയറ്റി വെക്കണ്ടേ. എന്ത് ചെയ്യാൻ. അതൊക്കെ കഴിഞ്ഞ് ചോറ് റെഡിയായി. ചോറിന് ഇന്ന് ഊണിന് കഴിക്കാൻ മോരുകറി ഉണ്ടായിരുന്നു, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, മാളു അപ്പുറത്തുനിന്ന് ചിക്കൻ കറി തന്നിരുന്നു. അങ്ങനെ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ സൺഡേ.